വർഷം കഴിയുമ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നടക്കുന്നവർ എത്ര പേരുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 2024 ഡിസംബർ 31 മാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിൻ കയറി നാട്ടിൽ ഇറങ്ങുന്ന സമയം രാത്രി 2 മണിക്കാണ്. 2 മണിക്ക് ട്രെയിൻ ഇറങ്ങുമ്പോൾ കാണുന്നത് ഒരു 25-ലധികം വരുന്ന ഒരു സംഘം ചെറുപ്പക്കാർ ആഘോഷിക്കാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവരുടെ പ്രായം 15, 16, 17 വയസ്സാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ഈ പാതിരാത്രി 2 മണിക്ക് ഇവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് ബാപ്പയില്ലേ, ഉമ്മയില്ലേ? ഇവർക്ക് അരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ മഹല്ലില്ലേ, ഉസ്താദില്ലേ, പണ്ഡിതന്മാരില്ലേ? ഒരു നാട്ടിൽ ഇത്തരം ദുശ്ശീലങ്ങൾ അവരോട് ചോദിച്ചു, മക്കളെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ടിക്കറ്റ് പോലും എടുക്കാതെ ഓടിച്ചാടി കയറുമ്പോൾ പറയാണ്, പോലീസിനെ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക. മുസ്ലിം കുട്ടികളാണ്. അവർ പറഞ്ഞു, ന്യൂ ഇയർ അല്ല സാറേ, ഒന്ന് പോയി നോക്കട്ടെ. ഈ ആഘോഷത്തിരയിൽ നിന്നാണ് ലഹരിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ലഹരിയിൽ നിന്നാണ് പിന്നീട് പല മ്യൂസിക്കലിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക്, ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക്, വേശ്യാലയങ്ങളിലേക്ക്, DJ ടീമുകളിലേക്ക് നമ്മുടെ കുട്ടി എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്താ പഠിക്കാത്തത്? നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കാൻ. വാപ്പാക്കും അമ്മാക്കും അതിന് പറ്റിയില്ലെങ്കിൽ ഇന്ന് മൂന്നാമതൊരാൾ നാട്ടിൽ നിയന്ത്രിക്കാനില്ല. ആരോഗ്യവും ഒഴിവു സമയവും ക്രമീകരിക്കുക. യുവാക്കളെ, ചെറുപ്പക്കാരെ, ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കുണ്ട്, കുൽ മതാഉദ് ദുനിയാ ഖലീൽ. നബിയെ പറഞ്ഞു കൊടുക്ക്, ഈ ദുനിയാവെന്നത് ചെറിയ വിഭവമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ആഘോഷിക്കാൻ ഇവിടെ ഒന്നുമില്ല. വൽആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. തഖ്വ പാലിച്ച് നല്ല ജീവിതം നയിക്കുന്നവർക്ക് പരലോകമാണ് ഉത്തമമായത്. വലാ തുദ്ലമൂന ഫതീല. അവിടെ ഒരാളോടും ഒരു തരിമ്പ് പോലും അല്ലാഹ് അനീതി കാണിക്കാത്തൊരു ലോകം വരാനുണ്ട്. കൃത്യമായ സ്പഷ്ടമായ പ്രതിഫലം തരുന്ന, ആവശ്യമായ ശിക്ഷാ നടപടികൾക്ക് കൃത്യമായ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ലോകം വരാനുണ്ട്. ദുനിയാവ് എന്ന് പറയുന്ന ഈ ലോകമുണ്ടല്ലോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചനയുടെ വിഭവമാണ്. ഇതിൽ വീണു പോകരുത്. കരക്ക് കയറാൻ കഴിയില്ല. ചില തിന്മകളിൽ നിന്ന്, ചില പാപങ്ങളിൽ നിന്ന് ഊരിയെടുക്കാൻ കഴിയാത്ത വിധം സ്കൂൾ പ്രായം മുതൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും അതുപോലെ ടെൻഷനും ഒക്കെ ഒന്ന് വായിച്ചു നോക്ക്. തിന്മകളിൽ പെട്ടിട്ട് മാത്രം കുടുങ്ങിപ്പോയ എത്രയോ A+കാരുടെ ജീവിത കഥകൾ നമുക്ക് പറയാനുണ്ട്. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. അവരുടെ സമയം ഉപയോഗപ്പെടുത്തണം. രാത്രികാലങ്ങളിൽ അവർ നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന ഉറപ്പ് നൽകണം.